മോളെ, അമ്മ അങ്ങനെ പറഞ്ഞിട്ട് മോക്ക് വിഷമമായെന്ന് ചേച്ചിക്കറിയാം. അമ്മയ്ക്ക് പ്രായമായില്ലേ, എന്താ പറയണ്ടേന്നൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് മോള് ക്ഷമിച്ചേക്ക്. മോളുടെ അമ്മയ്ക്ക് ഒരു ദേഷ്യമില്ല. അന്നേരത്തെ ഒരു വിഷമത്തിൽ പറഞ്ഞതാ. തൃപ്തിയായല്ലോ രണ്ടിനും? സമാധാനമായില്ലേ? എന്നെ അമ്മേനെ തമ്മിൽ തെറ്റിച്ചപ്പോ സമാധാനമായില്ലേ? നിങ്ങളുടെ ആങ്ങളെ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് ഒരു മാസമായി. ഇന്ന് വരെ ഞാനും അമ്മയും തമ്മിൽ ഒരു വഴക്കുമില്ലാതെ ഭയങ്കര സമാധാനത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. രണ്ടെണ്ണങ്ങൾ വന്നു രാവിലെ. അമ്മയോട് അതും ഇതും പറഞ്ഞു കൊടുത്തിട്ട് അമ്മ എന്നോട് വഴക്കിന് വന്നപ്പോ സമാധാനമായില്ലേ? മോളെ, ഞങ്ങള് രണ്ടുപേരും നിർത്തിക്കോ മോളെ മോളെ എന്നുള്ള വിളി. എന്താ എന്താ ഇവിടെ പ്രശ്നം? പെങ്ങളോട് ചോദിക്കും എന്താ പ്രശ്നം എന്ന്. പെങ്ങള് പറഞ്ഞു തരും. പെങ്ങന്മാര് രണ്ടുപേരും കൂടെ രാവിലെ വന്നിട്ട് അമ്മേനോട് അതും ഇതും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് അമ്മ എന്നോട് ഇന്ന് വഴക്കിന് വന്നു. അമ്മയോ? അമ്മ അങ്ങനെ ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ ഇതുവരെ. എന്നാൽ ആരോടും ദേഷ്യപ്പെടുകയോ വഴക്കിടുകയോ ചെയ്യാത്ത നിങ്ങളുടെ അമ്മ എന്നോട് ഇന്ന് വഴക്കിന് വന്നു. നമ്മളോട് രണ്ടുപേരൂടെ ഇവിടുന്ന് ഇറങ്ങി പൊക്കോളാൻ വരെ പറഞ്ഞു. എന്താ ചേച്ചി പ്രശ്നം? ചേച്ചിക്കൊന്നും അറിയത്തില്ലടാ മോനെ. പക്ഷെ ഒന്നും മനസ്സിലായി. ഞാനും അവളും ഇങ്ങോട്ട് വന്നത് മോശമായി പോയെന്ന്. വരാൻ പാടില്ലായിരുന്നെന്ന്. ഇനി ഞങ്ങൾ വരൂലടാ മോനെ. ചേച്ചി പോവാ. ചേച്ചി അത് എടി എന്താ പ്രശ്നം എന്നാ? എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പെങ്ങന്മാർ രണ്ടുപേരും രാവിലെ വന്നു. വന്നപ്പോ മുതൽ എന്നെ ചട്ടം പഠിപ്പിക്കാനും മര്യാദ പഠിപ്പിക്കാനും തുടങ്ങി. അത് എന്റെ അടുത്ത് നടക്കൂലെന്ന് മനസ്സിലായപ്പം അമ്മേന്റെ അടുത്ത് പോയിട്ട് എന്നെ കുറിച്ച് വേണ്ടാതീനങ്ങൾ പറഞ്ഞ് അമ്മയെ കൊണ്ട് എന്നോട് വഴക്കിന് വരുത്തിച്ചു. അങ്ങനെ അമ്മ എന്നോട് വഴക്കിന് വന്നു. ഓടി ഓടുന്നു, അവരെല്ലാം വെറും പഞ്ചപാവങ്ങളാ. അത് ശരി. അപ്പൊ നിങ്ങളുടെ അമ്മയും പെങ്ങന്മാരും ഒക്കെ നിങ്ങളുടെ കണ്ണില് നല്ലവര്. ഞാൻ മാത്രമാണ് അപ്പൊ പ്രശ്നക്കാരിയല്ലേ? ഹാ, അത് കൊള്ളാം. ഞാൻ വലിഞ്ഞു കയറി വന്നതാണല്ലോ. ഒരു കാര്യം ചെയ്യ്, പൊന്നുമോൻ അമ്മയോട് പോയിട്ട് ചോദിച്ചു നോക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞതാണോ എന്ന്. ഇറങ്ങി പോകാൻ പറഞ്ഞോന്ന് പോയി ചോദിച്ചു നോക്ക്. അപ്പ അമ്മ പറയുമല്ലോ, അപ്പ വിശ്വസിച്ചാ മതി. ചെല്ല്. ഞാനൊന്ന് നോക്കട്ടെ. ഇറങ്ങി പോകാൻ വേണ്ടിട്ട് പറഞ്ഞേക്കുന്നു തള്ള. കെട്ടിച്ചു വിട്ട പെമ്മക്കൊക്കെ വേണ്ടിട്ടേ. അതേടെ മോനെ, അമ്മ പറഞ്ഞത് തന്നെയാ. സഹി കെട്ടിട്ട് പറഞ്ഞു പോയതാടാ. അമ്മ ഇന്ന് വരെ ആരോടെങ്കിലും ദേഷ്യത്തോടെ സംസാരിക്കുന്ന എന്റെ മോൻ കണ്ടിട്ടുണ്ടോ? എന്തിന്? എന്റെ 3 മക്കളോട് ഞാൻ ഇന്ന് വരെ ദേഷ്യപ്പെട്ടിട്ടില്ല. ഇത് അമ്മയ്ക്ക് പറയേണ്ടി വന്നതാ. നിന്റെ ഭാര്യ ഒരു പണിയും എടുക്കണ്ട. ഞാൻ എല്ലാം ചെയ്തു കൊടുത്തോളാം. നിനക്കറിയാലോ, നീ ഇവിടുന്ന് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും അവൾ എഴുന്നേറ്റ് നീ കണ്ടിട്ടുണ്ടോ? അതൊന്നും അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ലടാ. പക്ഷെ ഇത് സഹിക്കാൻ പറ്റാത്തോണ്ട് പറഞ്ഞു പോയതാ. ഈ 2 പെൺപിള്ളേരോട് എത്ര മോശമായിട്ട് അവൾ പെരുമാറിയെന്നറിയാവോ? എത്രയെന്ന് വെച്ചാൽ ഞാനിത് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഇവരെ നിനക്ക് അറിയത്തില്ലേ, നിന്റെ പെങ്ങന്മാരെ? അത്രയും സാധുക്കളായിട്ടുള്ള ഇവര് ആ മോളെ മോളെന്ന് വിളിച്ചെങ്ങനെ അവളുടെ പുറകെ നടക്കുവാണ്. ആ പെങ്കൊച്ചുങ്ങളോട് പെരുമാറുന്ന കണ്ടിട്ട് പറഞ്ഞു പോയതാ. എന്റെ അമ്മ മതി. അമ്മ അവളോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യ്, അമ്മ അവളോട് പോയിട്ട് മാപ്പ് പറ. വെറുതെ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കാതെ. നമ്മളൊരു പ്രശ്നമില്ലാതെ ഇത്ര സ്നേഹത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്നൊരു കുടുംബമല്ലേ. അതുകൊണ്ടിട്ട് അമ്മ ഒന്നും വേറെ ഒന്നും ചിന്തിക്കണ്ട. അമ്മ ഒന്ന് പോയിട്ടൊരു മാപ്പ് പറ. അതെ അമ്മേ, നമ്മൾ അങ്ങ് ക്ഷമിച്ചാൽ മതിയായിരുന്നു. ഒന്നുമില്ലെങ്കിലും അവളുടെ പ്രായത്തിന്റെ ഒരു പക്വത കുറവായിരിക്കൂലേ. പിന്നെ ഏട്ടാ, ഞങ്ങള് വാക്ക് തരുക, ഞങ്ങൾ ഇനി മേലെ നിന്റെ ഭാര്യ ഉള്ളപ്പോ ഇങ്ങോട്ട് വരൂല. ഞങ്ങൾ കാരണം നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. അതേടാ, എനിക്കും അത് തന്നെയാ പറയാനുള്ളത്. ഞങ്ങൾ രണ്ടുപേരും വരുന്നതായിരിക്കും കൊച്ചിന് ഇഷ്ടമില്ലാത്തതേ. അതുകൊണ്ട് ഞങ്ങൾ വരികയല്ലടാ, സത്യമായിട്ടും വരികയല്ല. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ തരുന്ന വാക്ക് തന്നെയാ. പിന്നെ ഞങ്ങളുടെ അമ്മേനെ കാണണം എന്ന് തോന്നുമ്പം ഈ പറഞ്ഞ പോലെ അമ്മയ്ക്ക് അങ്ങോട്ട് വരുവോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തൊക്കെ വഴികളുണ്ട്. അതുകൊണ്ടിട്ട് ഇനിയിപ്പോ അതാണ് ഒരു പ്രശ്നമെങ്കിൽ അതൊരു പ്രശ്നമാക്കണ്ട. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ മക്കൾ തമ്മിലൊക്കെ അയ്യോ, എനിക്ക് ഓർക്കാനും കൂടി വയ്യടാ. ഓരോ കുടുംബത്തൊക്കെ നടക്കുന്നത് കേട്ടിട്ടല്ലേ ഉള്ളൂ. അതെന്തായാലും നടക്കിയല്ല മക്കളെ. നീയും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ പറയുന്നത്. എനിക്ക് 3 മക്കളാ ഉള്ളത്. അവര് രണ്ടുപേരും ഈ വീട്ടിൽ ഇടയ്ക്കൊക്കെ വരും, എന്നെ കാണുമോ പോവുകയോ ഒക്കെ ചെയ്യും. അത് നിന്റെ ഭാര്യയോട് പോരെടുക്കാനൊന്നുമില്ല. അവരെന്നെ കാണാനാണ് എന്റെ മക്കൾ വരുന്നത്. അവർ വരുന്നതിന് നിനക്കോ നിന്റെ ഭാര്യയ്ക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവളെ വിളിച്ചുകൊണ്ട് നീ എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിക്കും. ഒരു കുഴപ്പമില്ല. ഇവിടെ സ്ഥലമുണ്ടല്ലോ ഇച്ചിരി, അവിടെ വീട് വെക്കുവോ മാറുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തു. അല്ലാണ്ട് ഇവരിങ്ങോട്ട് വരരുതെന്നൊന്നും പറഞ്ഞാൽ പറ്റുന്ന കാര്യമൊന്നുമല്ല. എടാ യൂതെ, അവൻ ദേഷ്യം പിടിച്ച് അകത്തോട്ട് പോയേക്കുന്നത്. ഇനി അതിനോട് ഒച്ചപ്പാടുണ്ടാക്കുവോ? അല്ലേടി? അവൻ പിന്നെ അവളുമായിട്ടൊരു പ്രശ്നം എന്തെങ്കിലും ആവുമോന്ന് ആർക്കറിയാം. എടാ മോനെ, മോള് പോയിട്ട് ഇപ്പൊ 1 മാസമായില്ലേ. 1 മാസം മുമ്പ് ഇവിടുന്ന് പിണങ്ങി ഇറങ്ങിപ്പോയ കൊച്ച. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയി വിളിച്ചുകൊണ്ട് വരാടാ. അമ്മയും കൂടെ വരാം. നീ ചെന്ന് വിളിച്ച അവൾ എന്തായാലും വരും. അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എടാ ചെറുക്ക, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാന്നാ ചോദിക്കുന്നത്? അവൾ ഇവിടുന്ന് പോയി 2 ദിവസം കഴിഞ്ഞപ്പോ തന്നെ നിന്റെ പെങ്ങന്മാര് രണ്ടുപേരും പോയിട്ട് അവളെ കാല് പിടിച്ച പോലെ വിളിച്ചത്. അവൾ വന്നോ? നീ ചെല്ലാൻ വേണ്ടിട്ട് കാത്തിരിക്കുവായിരിക്കും. ഒരു കാര്യം ചെയ്യാം,
ഈ നിന്റെ പെങ്ങന്മാര് വരുന്നത് അവക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരോട് വരണ്ടാന്ന് പറയാം. അവള് പറഞ്ഞ പോലെ മോള് വല്ല വീട്ടിലെങ്ങാനും ഇടയ്ക്ക് പോകുമ്പം അവരിങ്ങോട്ട് വന്നോട്ടെ. അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് എന്റെ പെമ്മക്കളെ കണ്ടോളാം. നിന്റെ ജീവിതം ഇങ്ങനെയായി പോകാൻ അമ്മ സമ്മതിക്കുകയില്ല. അമ്മ വന്നിട്ട് മാപ്പ് പറയാം. നീയും കൂടെ വാ എങ്ങനെയും. അവളുടെ അഹങ്കാരം കുറച്ച് കുറയട്ടെ, അതുവരെ അവിടെ നിൽക്കട്ടെ. ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. ഈ ചെറുക്കൻ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും ദൈവമേ. ഫു. പിണങ്ങി പോയാൽ ഒരാഴ്ചയൊക്കെ നിന്നിട്ട് ഇങ്ങ് പോരൂന്ന് വിചാരിച്ചത് ഇപ്പൊ ഒരു മാസമായി. നിന്റെ ആങ്ങളെ ഇത് എന്ത് ഭാവിച്ചാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അവനോട് പറഞ്ഞത് നമുക്ക് അവളെ പോയി വിളിച്ചുകൊണ്ട് വരാന്ന്. ചെറുക്കൻ പറഞ്ഞിട്ട് കേൾക്കണ്ടേ. ചെറുക്കനാണെങ്കിൽ അതിനെ കഴിഞ്ഞും വലിയ വാശി. മനുഷ്യനാണെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല. ആകപ്പാടൊരു മകനുള്ളതാ. അതിന് ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ലമ്മേ. നല്ല വാശിയില്ല. മോളിവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വിളിക്കാൻ പോയതല്ലേ, ഞാനും മുത്തും കൂടിയേ. എന്ന് വിളിച്ചപ്പോ ഭയങ്കര വാശിയില്ല. എടി മോളെ, അവളുടെ വീട്ടുകാരൊക്കെയോ വീട്ടില്? അവളുടെ അച്ഛനില്ലല്ലോ, പിന്നെ അമ്മയുണ്ട്. ആങ്ങളെ പിന്നെ ജോലിക്ക് പോയേക്കുമായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പം. ആങ്ങളയുടെ ഭാര്യ ഉണ്ട്, ഒരു കൊച്ചും ഉണ്ടായിരുന്നു, അവളും ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു മാസമൊക്കെ ആയില്ലേ, കുറച്ച് വാശിയൊക്കെ കുറച്ച് കുറഞ്ഞു കാണുമെന്നാ. നമ്മൾ രണ്ടുപേരും കൂടി ഒന്ന് പോയിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വരുമായിരിക്കും. അവൻ എന്താണല്ലോ, അവനോട് ഞാൻ കാല് വിളിച്ച് പറഞ്ഞ അവൻ കേൾക്കുകയില്ല. നമുക്ക് പോയിട്ടൊന്ന് വിളിച്ചോണ്ട് വരാടി മോളെ, ചിലപ്പോ വന്നാലോ. പോയി നോക്കാം. അമ്മേ, ദേ മോള്. മോളെ, ചേച്ചി വന്നിട്ടുണ്ടായിരുന്നോ? അയ്യോ, ദേ അമ്മ എന്നെ ചേച്ചി എന്നൊക്കെ വിളിക്കുന്നു. ആ ചേച്ചി മാത്രമുള്ളോ, മുത്തിയേച്ചി ഇല്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ, മുത്തിയേച്ചി വന്നില്ല മോളെ. അവൾക്ക് പറമ്പിലൊക്കെ പണിക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരുന്ന കാര്യം അവളോട് വിളിച്ച് പറഞ്ഞുമില്ല. ഞാനിങ്ങ് പോന്നു. മോളുടെ കാര്യം അമ്മ ഇത് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എന്റെ ദൈവമേ. ആരാമേ? എടാ മോനെ, ദേ മോള് വന്നേക്കുന്നു. മോളോ? ചേട്ടാ, എന്റെ ബാഗ് പുറത്തിരിപ്പുണ്ട്, ഒന്ന് എടുത്തോണ്ട് വരണേ. എന്താടി, ഇവിടുന്ന് വല്ലതും നിനക്ക് എടുക്കാനുണ്ടോ? അതല്ല, ഞാൻ ഇങ്ങോട്ട് പോന്നതാ, ഒന്നും എടുക്കാൻ വന്നതല്ല. അതെന്നാ, നീ നിന്റെ വീട്ടിലെ പൊറുതി മതിയാക്കിയോ, അതോ അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നാണോ? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കൂല, അടങ്ങി ഒതുങ്ങി നിന്നോളാം. മിണ്ടായില്ലടാ അവിടെ, അവൻ്റെ ഒരു വർത്താനം. മോളിവൻ പറയുന്നൊന്നും കാര്യം വെക്കണ്ട, അകത്ത് പോ. അമ്മയെ ജ്യൂസ് ഉണ്ടാക്കി തരാം കേട്ടാ. മോൾ അവിടെ ഇരിക്കേ. പാവയ്ക്ക ജ്യൂസ് കൊടുക്ക്. എന്നാ പറ്റി ഇങ്ങ് പോന്നേക്കാന്ന് വെച്ചേ? അവിടെ ആങ്ങളുടെ ഭാര്യ ഭയങ്കര വഴക്കം. ഞാൻ അവിടെ നിൽക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. 2 ആഴ്ച ഭയങ്കര സ്നേഹമായിരുന്നു, പിന്നെ അവളുടെ തനി സ്വരൂപം തുടങ്ങി. അമ്മയ്ക്ക് പിന്നെ അവളുടെ വശത്ത് നിൽക്കാൻ നിവൃത്തിയില്ലല്ലോ. സഹിച്ച് ഞാൻ മടുത്തു. പരമാവധി 1 മാസം വരെ പിടിച്ചു നിന്നു. ഇനി അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തോണ്ട് ഇറങ്ങി പോകുന്നത്. നല്ല കാര്യം, നിനക്ക് ഇതൊന്നും കിട്ടിയാ പോരാ. നിന്നോട് മിണ്ടാതിരിക്കാൻ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഒന്നും മിണ്ടാതിരിക്കടാ. ഷുഫ്. അവൻ പറയുന്നൊന്നും മോള് കാര്യാക്കണ്ട. മോള് അവിടെ ഇരുന്നേ. കുടിച്ചോ ജ്യൂസ്? ഓറഞ്ച് ജ്യൂസ് അമ്മ ഉണ്ടാക്കി തന്നെ, എന്റെ നല്ലതായിരുന്നു. അമ്മയും ചേച്ചിയും വെറും പാവങ്ങളായതുകൊണ്ടാണ് നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. ഇനിയും പഴയതുപോലെ തുടരാനാണെങ്കിൽ മോൾ ഇവിടെ നിൽക്കണമെന്ന് ഇല്ല. ഞാൻ നല്ലോണം ഓവറായിരുന്നു, എനിക്ക് മനസ്സിലായി. ഞാൻ ചേച്ചിയുടെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ സോറി പറഞ്ഞിട്ടുണ്ട്. മുത്തേച്ചിയോട് വൈകുന്നേരം വരാനും പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കൂല. ഓക്കെയാ? അയാൾ നിനക്ക് കൊള്ളാം. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എന്നാലും എന്റെ വീട്ടിൽ പോയിട്ട് 2 ആഴ്ച തികച്ചു നിന്നപ്പോഴത്തേക്കും അല്ലേ വീട്ടുകാരുടെ തനി സ്വരൂപം മനസ്സിലായത്. കെട്ടിച്ചു വിട്ടാ പിന്നെ വിട്ടതാ. പാവം ചേച്ചിമാരോടും അമ്മയോടും ഞാൻ എന്തൊക്കെ പറഞ്ഞു. എന്റെ അമ്മേനെ നാത്തൂനെയും വെച്ച് നോക്കുമ്പോ ഇവിടുത്തെ നാത്തൂന്മാരും അമ്മയൊക്കെ എന്തൊരു പാവോ.